കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന പഴം നിറച്ചതാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിലിതെങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാമെന്ന് നോക്കാം. കുറഞ്ഞ സമയം മതി കേട്ടോ ഇത് തയ്യാറാക്കിയെടുക്കാൻ. വളരെയധികം ടേസ്റ്റിയാണ്. ഞാനത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യില്ല, എന്നാലും നല്ല ടേസ്റ്റിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കൂ. അതിനായിട്ട് പഴുത്ത നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തക്കാപ്പഴം ആണ് വേണ്ടത് കേട്ടോ. ആദ്യം നമുക്ക് അതിൻ്റെ ഫില്ലിങ്സ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 പഴം വെച്ചാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള പഞ്ചസാരയാണ് ചേർത്തത്. കൂടുതൽ മധുരം വേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം. അല്പം വെള്ളമൊഴിച്ച് ജസ്റ്റ് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം കേട്ടോ. കുറച്ച് വെള്ളമൊഴിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് ഉരുക്കിയെടുക്കാം. കൂടുതലങ്ങ് ഉരുകി ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരവി വെച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. പഴത്തിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കാനുള്ളതാണ്, അപ്പോൾ കൂടുതൽ വേണ്ട കേട്ടോ. ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു 2 സ്പൂൺ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാൻ കഴിയുള്ളൂ. അതിനനുസരിച്ചുള്ള തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. മധുരമൊക്കെ അതിലേക്കൊന്ന് പിടിക്കട്ടെ. ഇനി വേണ്ടത് ഏലക്കാപ്പൊടിയാണ്. നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ അല്പം പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വീണ്ടും നമുക്കതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഈ സമയം കാഷ്യൂനട്ടൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കത് പഴം നിറച്ചത് കഴിക്കുമ്പോൾ അതൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. ഇപ്പോൾ കയ്യിൽ കാഷ്യൂനട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ള സാധനങ്ങൾ വെച്ചാണ് ഫില്ലിങ്സ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്കൊരു ബാറ്റൺ തയ്യാറാക്കിയെടുക്കണം. അതിൻ്റെ കവറിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ആ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആവശ്യത്തിനുള്ള മൈദ ചേർത്ത് കൊടുത്തിട്ട് ഒരല്പം ഉപ്പും വേണമെങ്കിൽ പഞ്ചസാരയൊക്കെ ചേർക്കാം കേട്ടോ. ഒരല്പം ഏലക്കാപ്പൊടിയും കൂടി ചേർത്തു. എന്നിട്ട് അല്പാൽപ്പായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ലൂസ് ആവാൻ പാടില്ല ബാറ്റൺ. അപ്പോൾ നല്ല കുറച്ച് കട്ടിയായിട്ടിരിക്കണം, എന്നാലാണ് നമ്മൾ കവർ ചെയ്ത് വയ്ക്കുമ്പോൾ അവിടെ ഫിറ്റായിട്ടുണ്ടാവുക. അല്ലെങ്കിൽ എണ്ണയിലൊക്കെ ഇടുമ്പോൾ മാവ് ഒഴുകി പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. എനിക്കങ്ങനെ പറ്റി, അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. ഇനി നമുക്ക് പഴം തോലെല്ലാം കളഞ്ഞെടുത്തിട്ട് സെൻട്രൽ ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കണം കേട്ടോ. സെൻട്രലിലൊന്ന് കീറിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയും പഞ്ചസാരയും ഇല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഓരോ പഴത്തിലും ഇതേപോലെ നമുക്ക് ഫില്ല് ചെയ്യാം. കൂട്ടുകാരെ, ഈ സമയം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ. കൂടെ ഹൈപ്പും കൂടി ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇതേപോലെ പഴം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദ മിക്സ് ഇല്ലേ, അത് വെച്ചിട്ട് ഈ ഫില്ല് ചെയ്തതിൻ്റെ മേലെ നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഈ കോട്ടിങ് കൊടുക്കണം. ഇല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ തേങ്ങയും മിക്സൊക്കെ പുറത്തേക്ക് വരില്ലേ, അതിനാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ മനസ്സിലായില്ലേ. അങ്ങനെ നമുക്കങ്ങനെ ഓരോ പഴത്തിലും ഫില്ല് ചെയ്തത് കോട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരല്പം നെയ്യാണെങ്കിൽ അതോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഓരോ പഴമായിട്ട് വെച്ച് കൊടുക്കാം. ഡീപ് ഫ്രൈ ഒന്നും ചെയ്യണ്ട, ഷാലോ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. കുറച്ച് മുങ്ങി വന്നാൽ മതി. എന്നിട്ട് നമുക്കിങ്ങനെ 2 സൈഡും ഒന്ന് മറച്ചിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. നല്ല പഴുത്ത പഴമല്ലേ, അപ്പോൾ എണ്ണയിലൊക്കെ അങ്ങ് ചൂടായി വരുമ്പോഴത്തേക്കും അത് വെന്തിട്ടുണ്ടാവും. 2 ഭാഗവും ഒന്ന് മറിച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ എടുക്കാം. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. അടിപൊളി പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരുടെയും അഭിപ്രായം പറയൂ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.